വിലക്കുകൾ ഭാഗികമായി നീക്കിയതിന് പിന്നാലെ പ്രവാസികൾ സൗദിയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സൗദിയിൽ നിന്നും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്ര ചെയ്യാമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഉടൻ തന്നെ ബാക്കിയുള്ളവർക്കും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആയതിനാൽ സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് പ്രവാസികളുടെ തിരക്ക് അനുഭവപ്പെടുന്നു. ഈ സാഹചര്യം മുതലെടുക്കുകയാണ് വിമാന കമ്പനികൾ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്നും വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾ കേരളത്തിൽ നിന്ന് തിരിച്ചെത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങളിലെ യാത്രയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്നതായി പ്രവാസികൾ പറയുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇന്ത്യ സൗദിയുമായി എയർ ബബിൾ കരാർ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് പ്രവാസികൾക്കിടയിൽ യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. സൗദിയിൽ നിന്നും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇടത്താവളങ്ങളിൽ തങ്ങാതെ നേരിട്ട് സൗദിയിലേക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രഖ്യാപനം വന്ന ശേഷം ഇന്ന് ആദ്യമായി കേരളത്തിൽ നിന്നും പ്രവാസികൾ സൗദിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പ്രവാസികൾക്ക് വലിയൊരളവിൽ ആശ്വാസമാണ് നൽകുന്നത്. 395 യാത്രക്കാരുമായി കൊച്ചിയിൽ നിന്നും ജിദ്ദയിലേക്കാണ് സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം എത്തിച്ചേർന്നത്. എന്നാൽ ഈ വിമാനത്തിൽ സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിമാനം ചാർട്ടേഡ് ചെയ്ത ട്രാവൽ ഏജന്റ് വ്യക്തമാക്കി. മറ്റുള്ളവരെല്ലാം കേരളത്തിന് പുറത്ത് നിന്നുള്ളവരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും നയതന്ത്ര പ്രതിനിധികൾക്കും നേരിട്ട് വരാമെന്നുള്ള ചട്ടം നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. ഇത്തരക്കാർക്ക് വേണ്ടി ചാർട്ടേഡ് ചെയ്ത വിമാനത്തിലാണ് സൗദിയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഈടാക്കുന്നതെന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. യാത്രയുടെ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലം, തവക്കൽനായിലെ ഹെൽത്ത് പാസ്പോർട്ടിന്റെ പ്രിന്റ്, യാത്രയുടെ 72 മണിക്കൂർ മുമ്പുള്ള മുഖീം രജിസ്ട്രേഷന്റെ പ്രിന്റ് എന്നിവയാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പരിശോധിച്ചതെന്ന് ജിദ്ദയിലെത്തിയ ആദ്യ യാത്രക്കാരൻ വ്യക്തമാക്കുകയുണ്ടായി. ജിദ്ദ വിമാനത്താവളത്തിൽ തവക്കൽന സ്റ്റാറ്റസ് മാത്രമേ പരിശോധിച്ചുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മറ്റു ഗൾഫ് രാജ്യങ്ങളുമായുള്ളതുപോലെ സൗദിയുമായി ഇന്ത്യ എയർ ബബിൾ കരാർ ഉണ്ടാക്കിയിട്ടില്ലാത്തതിനാൽ വലിയ തുക നൽകി ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുക മാത്രമാണ് സൗദിയിലെ പ്രവാസികൾക്ക് മുമ്പിലുള്ള ഏക മാർഗം. എന്നാൽ വരും ദിവസങ്ങളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൂടെ ട്രാൻസിറ്റ് യാത്രക്കാരായി യാത്ര ചെയ്യാൻ വഴിയൊരുങ്ങിയേക്കുമെന്ന് ട്രാവൽ ഏജന്റുമാർ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ സൗദിയുമായി എയർ ബബിൾ കരാർ ഉണ്ടാക്കിയ സൗദി പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും. എന്തായാലും അധികൃതർ ഇതിന് പരിഹാരം കണ്ടെത്തുമെന്നതാണ് പ്രവാസികളുടെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.